നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അക്ഷരമൃതം വിജയദശമി നാളിൽ അറിവിൻ മന്ത്രം നാവിലേറ്റുവാങ്ങിയത് ആയിരക്കണക്കിന് കുരുന്നുകൾ. പ്രധാന ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ ആദർശങ്ങളുടെയും പ്രസക്തി കാലം ചെല്ലുന്തോറും വർദ്ധിക്കുന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഖാദി വസ്ത്രങ്ങളുടെ മഹത്വം വേണ്ടവിധം നാം മനസ്സിലാക്കണമെന്നും ഉമ്മൻചാണ്ടി. UAPA നിയമത്തോട് യോജിപ്പില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. UAPA നിയമം ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. കണ്ണൂരിലെ സാഹചര്യം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. പട്ടുവം അരിയിലിൽ വീണ്ടും സംഘർഷത്തിന് ശ്രമം. 3 CPM നേതാക്കൾക്ക് മർദ്ദനമേറ്റു. ശ്രീകണ്ഠാപുരം കോട്ടൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിമരിച്ച ബന്ധുക്കളായ ജോയ്സിക്കും അഞ്ജനയ്ക്കും അൽഫോൻസയ്ക്കും കണ്ണീരിൽ യാത്രാമൊഴി. അന്തിമോപചാരമർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. അക്ഷരമാണ് അമൃതം. വിജയദശമി നാളിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം നാവിൽ കുറിച്ചത്. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നാവിൽ ആദ്യാക്ഷരം പകർന്നപ്പോൾ ചിലർ ചിരിച്ചു, ചിലർ കരഞ്ഞു. മാതാപിതാക്കൾ പ്രാർത്ഥനയോടെ അരികിൽ നിന്നു. വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും സ്കൂളുകളിലും വിദ്യാരംഭം നടന്നു. ദുർഗാദേവി മഹിഷാസുരനെയും, ശ്രീരാമൻ രാവണനെയും, ദേവേന്ദ്രൻ വൃത്രാസുരനെയും, പരമശിവൻ ത്രിപുരന്മാരെയും, മഹാവിഷ്ണു മധുകയുടെ ഭടന്മാരെയും നിഗ്രഹിച്ചത് വിജയദശമി നാളിൽ. തിന്മയ്ക്കുമേൽ നന്മ ജയിച്ചതിന്റെ പ്രതീകമായാണ് വിജയദശമി ആഘോഷിക്കുന്നത്. എങ്ങും പൂജകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മഹാത്മാഗാന്ധിയുടെ പ്രസക്തി കാലം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മഹാത്മാവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രസക്തമാണ്. ഖാദിയുടെ മഹത്വം നാം വേണ്ടവിധം മനസ്സിലാക്കണമെന്നും കണ്ണൂരിൽ ഖാദി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഖാദിയുടെ ശക്തി നമുക്ക് എന്നും പ്രചോദനമായി നിൽക്കണം, പ്രചോദനം ആകണം. ഗാന്ധിജിയുടെ പ്രസക്തി കാലം ചെല്ലുമ്പോൾ വർദ്ധിക്കട്ടെ. ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും UN പോലും ഗാന്ധി ജയന്തി ദിനം സമാധാനത്തിന്റെ പ്രതീകമായി ഇന്ന് കാണുന്നു. എങ്കിൽ ഗാന്ധിജിയുടെ പ്രസക്തി, ഗാന്ധിയൻ ആദർശങ്ങളുടെ ശക്തി ഇന്ന് അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെയും കണ്ണൂർ സർവോദയ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ഖാദി എക്സിബിഷൻ നടക്കുന്നത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഖാദി ബോർഡ് ചെയർമാൻ KP നൂറുദ്ദീൻ, നഗരസഭാ വൈസ് ചെയർമാൻ TO മോഹനൻ, മമ്പ്രം ദിവാകരൻ, MC ശ്രീജ, K രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി 16 മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തപസ് ഡയാലിസിസ് സെന്ററിന്റെ മാതൃക മറ്റ് സംഘടനകളും പിന്തുടരണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 7 മൈലിൽ തപസ് ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. മുഖ്യാതിഥികൾ നിർവഹിക്കുകയും തുടർന്ന് വേദിയിലേക്ക് കടന്നു വരുന്നതുമാണ്. ലോകത്ത് എവിടെയും കിട്ടുന്നതിൽ വെച്ച് നല്ല ചികിത്സാ സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ലഭിക്കുന്നില്ല. മികച്ച ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജും, തിരുവനന്തപുരത്തും ആലപ്പുഴയിലും 2 വീതം മെഡിക്കൽ കോളേജുകളും സ്ഥാപിക്കും. എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജും, തിരുവനന്തപുരത്തും ആലപ്പുഴയിലും
രണ്ട് വീതം. അങ്ങനെയാണ് 16 മെഡിക്കൽ കോളേജ്. ഇപ്പം 5 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന സ്ഥാനം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 9 മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത വർഷം 2 മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം കൂടി തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആരംഭിക്കും. അടുത്ത വർഷം മറ്റ് മെഡിക്കൽ കോളേജുകളും പ്രവർത്തിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ മെച്ചപ്പെട്ട സേവനം അത് സൗജന്യമായി കിട്ടും. തപസ് ഡയാലിസിസ് സെന്റർ നിർധനരായ രോഗികൾക്ക് ഏറെ ആശ്വാസമാണ് നൽകുക. ഈ മാതൃക മറ്റുള്ള സംഘടനകളും പിന്തുടരാൻ തയ്യാറാകണം. എനിക്ക് ഈ പരിപാടിയിൽ സഹകരിക്കാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു അത്ര വലിയ മഹത്തരമായ ഒരു പ്രവർത്തനമാണ് ഇത്. ഇവിടം കൊണ്ട് മാത്രം നിൽക്കില്ല, ഇത് കണ്ട് മറ്റുള്ളവരും ഇത് മാതൃകയാകും. നമ്മുടെ രാജ്യത്ത് ഇന്ന് ലോകത്ത് എവിടെയും കിട്ടുന്ന മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് കിട്ടും. പക്ഷേ അതെല്ലാവർക്കും കിട്ടുന്നില്ല, കാരണം സാമ്പത്തികമായ കഴിവില്ലാത്തത്. സാന്ത്വന സഹായ നിധി പെട്ടി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ ഉദ്ഘാടനം ചെയ്തു. ജെയിംസ് മാത്യു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഞ്ജീവനി ചാരിറ്റബിൾ ജനറൽ സെക്രട്ടറി ടി വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. സതീശൻ പാച്ചേനി, PT ജോസ്, NM സീന, CB ഗിരീശൻ, CC ശ്രീധരൻ, C ഉമ്മർ, C ലക്ഷ്മണൻ, P ബാലകൃഷ്ണൻ, P മുഹമ്മദ് ഇക്ബാൽ, വേലിക്കാത്ത രാഘവൻ, CC ജഗദീഷ്, വിനോദ് നാരായണൻ, MK മനോഹരൻ, KP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. സാമുവൽ ആറോൺ ദീർഘവീക്ഷണമുള്ള മഹാനായ മനുഷ്യസ്നേഹിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നടന്ന സാമുവൽ ആറോൺ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലബാറിലെ സാമ്പത്തിക സാമൂഹിക വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ട ദീർഘവീക്ഷണമുള്ള മനുഷ്യസ്നേഹിയായിരുന്നു സാമുവൽ ആറോൺ. ആ കാലഘട്ടത്തിൽ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് ഇന്ന് ഊഹിക്കാൻ സാധിക്കും. ഞാൻ ഒരു വിദ്യാർത്ഥിയായി KSUവിന്റെ പ്രവർത്തകനായി കണ്ണൂര് വരുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വളരെയധികം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തെ കേൾക്കുന്നത് അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാമായ നേതാവ് CK ഗോവിന്ദനായിരുന്നു. കേരളത്തിലെ ഏറ്റവും അധികം കോൺഗ്രസ് പ്രവർത്തകരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കോൺഗ്രസിന്റെ എല്ലാമായ നേതാവായിട്ട് CK ഗോവിന്ദൻ നായരുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നതും അറിയുന്നത്. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്, KPCC ജനറൽ സെക്രട്ടറിമാരായ K സുധാകരൻ, P രാമകൃഷ്ണൻ, സുമാ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, സതീശൻ പാച്ചേനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിചാരണ കൂടാതെ ആരെയും തടവിൽ വെക്കുന്ന UAPA നിയമത്തോട് യോജിപ്പില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമം ജനറലൈസ് ചെയ്ത് നടപ്പിലാക്കുന്നത് ശരിയല്ല. അതേസമയം കണ്ണൂരിലെ സാഹചര്യം പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. തോട്ടടയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അതിനെക്കുറിച്ച് UAPAക്ക് ഞങ്ങളെതിരാണ്. വിചാരണ കൂടാതെ തടവിൽ വെക്കുന്ന പരിപാടിക്ക് ഞങ്ങളെതിരാണ്. ആ സ്റ്റാൻഡ് ഐഡിയോളജിക്കലാണ്. വ്യാപകമായി ഇനി UAPA ഉപയോഗിക്കുന്നതിൽ ലീഗിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കണ്ണൂരിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തും ഈ ഗവൺമെൻറ് സമയത്തും വന്നിട്ടുണ്ട്. അത് എന്നാൽ പോലും UAPAയെ ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്നാണ് അതിന് പറയുന്ന വാദം. കാരണം അതോടൊപ്പം UAPA അനുകൂലിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ ആ ചുറ്റുപാടിനെയും നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ലല്ലോ. ജനറൽ പ്രിൻസിപ്പിളായി എടുക്കുന്നതിന് ലീഗ് അനുകൂലമല്ല. ജനറൽ പ്രിൻസിപ്പിളായി എടുക്കുന്നതിന് നിർബാധം UAPA ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വരുന്നതിനോട് ലീഗിന് യോജിപ്പില്ല.
സ്മാർട്ട് സിറ്റി പദ്ധതി നിശ്ചിത സമയത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ പ്രവൃത്തികളെല്ലാം സമയബന്ധിതമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പരമ്പരാഗത തൊഴിൽ മേഖലകളിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. പരമ്പരാഗത തൊഴിൽ മേഖലകൾ അന്യം നിന്നു പോകരുത്. തോട്ടടയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. പരമ്പരാഗത വ്യവസായ രംഗത്ത് ആളുകളെ, യുവാക്കളെ, യുവതികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ രംഗം ആകർഷകമാക്കാനുള്ള നടപടികൾക്കാണ് ഗവൺമെന്റ് കൂടുതൽ പരിഗണന കൊടുക്കും. അതിന് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ കോഴ്സ് ഒന്നാണ്. ഇവിടെ 40 കുട്ടികൾ പാസ്സായിപ്പോയി. അതിൽ മിക്ക ആളുകൾക്കും ജോലി കിട്ടി എന്നാണ് ശ്രീ ബിശ്രയും ശ്രീ ചേലേരിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സായാൽ ജോലി ഉറപ്പാണ് എന്ന് അർത്ഥം. AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. 8.75 കോടി രൂപ ചെലവിൽ ഓഡിയോ വിഷ്വൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ, ഡിസൈനിംഗ് സോഫ്റ്റ്വെയറുകളടങ്ങിയ കമ്പ്യൂട്ടർവൽകൃത ഡിസൈൻ ലാബ്, ഹോസ്റ്റലുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന കെട്ടിട സമുച്ചയമാണ് ഉദ്ഘാടനം ചെയ്തത്. ഹോസ്റ്റൽ ബ്ലോക്ക് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള നിർവഹിച്ചു. മുൻ മന്ത്രി K. സുധാകരൻ, KM ഷാജി MLA, ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ചെയർമാൻ VK അബ്ദുൽ ഖാദർ മൗലവി, ഹാൻവീവ് ചെയർമാൻ UC രാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പട്ടുവം അരിയിലിൽ വീണ്ടും സംഘർഷത്തിന് ശ്രമം. 3 CPM നേതാക്കൾക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ മുസ്ലിം ലീഗിലെ ക്രിമിനലുകളാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പാർട്ടി സർവേയുമായി ബന്ധപ്പെട്ട് അരിയിൽ പ്രദേശത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ 30ഓളം വരുന്ന സംഘം അക്രമം നടത്തുകയായിരുന്നു അത്രേ. CPM അരിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം M. ചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി TV. നാരായണൻ, ബ്രാഞ്ച് കമ്മിറ്റി അംഗം K. കുമാരൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 30ഓളം വരുന്ന ലീഗ് ക്രിമിനലുകൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. കുടുംബ സർവേക്ക് പോയതായിരുന്നു. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടുകളാണ്. രാവിലെ ഒരു 9:00 നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ട് എല്ലാ വീട്ടിൽ നിന്നും കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ തന്ന് ഞങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ആയിരുന്നു എല്ലാ വീട്ടിലുള്ള സമയമുണ്ടായത്. ഈ സർവേ, കുടുംബ സർവേ മാത്രമല്ല, പാർട്ടി ഫണ്ട് പിരിക്കുന്ന സമയമാണല്ലോ. പാർട്ടി ഫണ്ട് പിരിവ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-2 വീട്ടിൽ നിന്ന് പാർട്ടി ഫണ്ടും തന്നു. ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സൊക്കെ തന്ന് അവിടെ സ്നേഹത്തോടുകൂടി യാത്രയ്ക്കാണ്. ഉള്ളൂർ അവക്കർ നിന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അയാളുടെ വീട്ടിൽ സർവേ വർക്ക് ഫിനിഷ് ചെയ്ത് അവിടെ പുറപ്പെടാൻ പോകുമ്പോൾ ഒരു 5-10 ചെറുപ്പക്കാരുടെ ഓടി വന്നിട്ട് അവിടെ ഗിരിയുടെ പുറത്ത് വന്നു. എന്താണ് പരിപാടി ചോദിച്ചു. ഞങ്ങളുടെ സർവേ, പാർട്ടി സർവേ എടുക്കാറ് അത്. എൻ്റെ കേട്ടൊക്കെ വന്നു. ഇനി ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് കിടക്കുന്നതായിട്ടാ പോലെ പറഞ്ഞാൽ ഓടി ഇറയത്തൊക്കെ വന്നിട്ട് അടിച്ചത്. ഓരോ നീ എല്ലാം പഠിപ്പിച്ച മാർഷലായിട്ടാ പോലെ എന്ന് പറഞ്ഞാൽ അടിപിടി തുടങ്ങിയത്. M. ചന്ദ്രന്റെ 3.5 പവന്റെ സ്വർണ്ണമാലയും പാർട്ടി ഫണ്ടിലേക്കായി പിരിച്ചെടുത്ത 7000ഓളം രൂപയും നഷ്ടപ്പെട്ടു അത്രേ. 2 ദിവസങ്ങളിലായി ഇവർ ഈ ഭാഗത്ത് സർവേ നടത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ് നിരവധി നേതാക്കൾ പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തി. ജെയിംസ് മാത്യു MLA, TV. രാജേഷ് MLA, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ, നേതാക്കളായ OV നാരായണൻ, P. വാസുദേവൻ, K. ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. അരിയിൽ മേഖലയിൽ കരുതിക്കൂട്ടി സംഘർഷം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിലെ ക്രിമിനലുകൾ ശ്രമിക്കുകയാണെന്നും ഇവരെ നിലക്ക് നിർത്തിയാൽ മാത്രമേ സമാധാനമുണ്ടാക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിയുകയുള്ളൂ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അരിയിൽ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഓരോ ബ്രാഞ്ച് അതിർത്തിയിലുമുള്ള സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു രേഖ തയ്യാറാക്കാനുള്ള പാർട്ടി തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനത്തിനിടയിലാണ് അരിയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വിഭാഗം ആളുകൾ പട്ടും പ്രദേശത്തെ ഏറ്റവും സമുന്നതരായ പാർട്ടി നേതാക്കളെ കടന്നാക്രമിച്ചിട്ടുള്ളത്. ഈ കടന്നാക്രമണത്തിന് അരിയിൽ മേഖലയിലുള്ള മുസ്ലിം സാധാരണ ജനത ശക്തിയായ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയും ചന്ദ്രമാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിനെതിരായി ശാരീരിക കടന്നാക്രമണം നടത്തിയപ്പോൾ ആ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് അവർ തന്നെ മുമ്പോട്ടേക്ക് വരികയും ചെയ്ത
ആരോഗ്യകരമായ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ജനവിഭാഗം ഇത്തരം കാടത്തപരമായ കടന്നാക്രമണത്തെ അനുകൂലിക്കുന്നില്ല. മറിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിൽ പിന്തിരിപ്പിക്കാൻ മുൻകൈയെടുത്ത മുസ്ലിം സുഹൃത്തുക്കളെ തന്നെ ക്രിമിനൽ സംഘം കടന്നാക്രമിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് മർദ്ദനമേറ്റുവെന്ന് മാത്രമല്ല, ഇവരെ അടിക്കുമ്പോഴും അതുപോലെ തന്നെ കടന്നാക്രമിക്കുമ്പോഴും അതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആ പ്രദേശത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും മുസ്ലിങ്ങൾ തന്നെ അവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. CPM-ന്റെ നേതാക്കളെ മർദ്ദിക്കുന്നത് തടയാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശ്രമിച്ചപ്പോൾ അവരെ പോലും മർദ്ദിക്കുകയാണ് ലീഗിലെ ക്രിമിനലുകൾ ചെയ്തതെന്ന് MV ജയരാജൻ പറഞ്ഞു. സർവേ പ്രവർത്തനം നടത്തുകയായിരുന്ന CPM-ന്റെ പ്രവർത്തകന്മാരെയാണ് ലീഗിലെ ക്രിമിനലുകളായ ഒരു സംഘം ആക്രമിച്ചിട്ടുള്ളത്. ഈ അക്രമം പ്രതിഷേധാർഹമാണ്. ജനാധിപത്യ വിശ്വാസികളാകെ ഇതിൽ പ്രതിഷേധിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സർവേ എന്നത് ഒരു ജനകീയ പ്രവർത്തനമാണ്. ഓരോ വീടുകളെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർക്ക് അത്യാവശ്യമാണ്. ഇതൊരു സാമൂഹിക സാമ്പത്തിക സർവേയാണ്. യഥാർത്ഥത്തിൽ ഈ സർവേ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വീട്ടിൽ സർക്കാരിൻ്റെ സഹായങ്ങൾ എത്താതെയുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ അവശരായ ആളുകൾ കഴിയുന്നുണ്ടോ? സാന്ത്വന പരിപാലനമടക്കം ആവശ്യമുള്ളവരുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ സർവേ നടത്തുന്നത്. അത് മനസ്സിലാക്കിയ ലീഗുകാരടക്കമുള്ള ജനങ്ങൾ ഈ സർവേ പ്രവർത്തനവുമായി സഹകരിച്ചു വരികയാണ്. ആദ്യ 2 ദിവസങ്ങളിൽ സർവേ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു. മറ്റ് രാഷ്ട്രീയത്തിൽപ്പെട്ടവർ കൂടി ഇതുമായി സഹകരിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൽ പ്രകോപിതരായ ചില ക്രിമിനലുകൾ അവർ മാത്രമാണ് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. CPM നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ശ്രീകണ്ഠപുരം കോട്ടൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിമരിച്ച ബന്ധുക്കളായ 2 വിദ്യാർത്ഥികൾക്കും യുവതിക്കും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വ്യാഴാഴ്ച രാവിലെ 9:30 നാടിനെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമുണ്ടായത്. സംസ്കാര ചടങ്ങിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്, കൃഷി വകുപ്പ് മന്ത്രി KP മോഹനനടക്കം ആയിരങ്ങളെത്തി. കോട്ടൂരിലെ ചാൾസ് ലൈല ദമ്പതികളുടെ മകൾ, ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ജോയ്സി, ചെമ്പന്തൊട്ടിയിലെ പൌലോസ് റോജ ദമ്പതികളുടെ മകൾ, ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അഞ്ജന, വയനാട് മീനങ്ങാടിയിലെ K റെജിയുടെ ഭാര്യ കാഞ്ഞിരക്കുളത്തിൽ അൽഫോൻസ എന്നിവരാണ് മരിച്ചത്. അവധിക്കാലത്ത് ഡോജയുടെ സഹോദരൻ ചാൾസിന്റെ കോട്ടൂരിലെ വീട്ടിലെത്തിയതായിരുന്നു 2 പേരും. ജോയ്സിക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടായിരുന്നു മരണം. മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കോട്ടൂർ സെന്റ് തോമസ് പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. മന്ത്രിമാരായ KC ജോസഫ്, KP മോഹനൻ, PK ശ്രീമതി MP, MLA-മാരായ ജെയിംസ് മാത്യു, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയവരും എത്തിയിരുന്നു. ജോയ്സിയുടെ മൃതദേഹം കോട്ടൂർ സെന്റ് തോമസ് പള്ളിയിലും അഞ്ജനയുടെ മൃതദേഹം പൊള്ളയാട് യാക്കോബായ പള്ളിയിലും സംസ്കരിച്ചു. അൽഫോൻസയുടെ മൃതദേഹം വയനാട് മീനങ്ങാടി അസീസിയ പള്ളിയിലാണ് സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. തളിപ്പറമ്പ് പാലക്കുളങ്ങര മംഗള റോഡിൽ വീടിന് ഇടിവീണു. MV വിജയന്റെ വീടിനാണ് ഇടിവീണത്. വൈദ്യുതി ഉപകരണങ്ങളടക്കം നശിച്ചു. പാലക്കുളങ്ങര മംഗള റോഡിലെ MV വിജയന്റെ വീടിനാണ് ഇടിവീണത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. വയറിംഗ്, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഫോൺ ഉൾപ്പെടെ നശിച്ചു. ബൾബുകൾ, ട്യൂബ് എന്നിവ പൊട്ടിത്തെറിച്ചു. കോൺക്രീറ്റുകൾ പലയിടത്തും അടർന്നു. സമീപത്തെ തെങ്ങ് ഇടിവീണ് കത്തി. സമീപവാസികൾ ചേർന്ന് തീ കെടുത്തുകയായിരുന്നു. ോടുകൂടി ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഇടി വരികയും അതോടുകൂടി ഞാൻ കമ്പ്യൂട്ടർ ഷട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ടെലിഫോൺ ലൈനിൽ കൂടെ ഒരു തീകോളം മാറി മുഖത്തേക്ക് അടിക്കുകയും ചെയ്തു. ആ സമയത്ത് പെട്ടെന്ന് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടു. എവിടെ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് അത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ TV ഒന്നും ഓണാവുന്നില്ല. TV, പിന്നെ ഫ്രിഡ്ജ്, പിന്നെ ഇൻ്റർനെറ്റ്, പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റലേഷൻസ് മുഴുവൻ മുകളിലത്തെ കുറച്ച് ഭാഗത്തുള്ള കംപ്ലീറ്റ് വയറിങ്ങും എല്ലാ ട്യൂബ്ലൈറ്റും ഫാൻ എല്ലാം കത്തി നശിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായാണ് പ്രാഥമിക നിഗമനം.
ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകളുടെയും സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തിൽ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മയ്ക്കെതിരെ പോരാടുക, തൊഴിൽരഹിതരെ സംരക്ഷിക്കുക, മാന്യമായതും സുസ്ഥിരവുമായ ജോലി ലഭ്യമാക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. AITUC നേതാവ് ARC നായർ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് CM കൃഷ്ണൻ, R ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച വിവിധ IT സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ഉദ്യോഗസ്ഥർക്ക് ഓൺലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകുന്ന പ്രൊക്യൂട്ട്മെന്റ് കേന്ദ്രവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വിവരങ്ങൾ, വ്യക്തിവിവരങ്ങൾ മുതലായവ ഉൾപ്പെടുത്തിയ സമഗ്ര സംവിധാനമായ പാർക്ക് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടെൻഡറിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊക്യൂർമെന്റ് പോർട്ടലിനോടനുബന്ധിച്ച് കോൾ സെന്റർ, ഹെൽപ്പ് ഡെസ്ക് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവരസാങ്കേതിക വിദ്യ ഭരണതലത്തിൽ പ്രാവർത്തികമാക്കുന്ന ഏറ്റവും മികച്ച ജില്ലയാണ് കണ്ണൂരെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പോൾ നമ്മുടെ സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൽ കേരളത്തിലെ 10-14 ജില്ലകളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മാറ്റം IT രംഗത്ത് വളരെ പ്രാവീണ്യമുള്ള കലക്ടർ ഉള്ളതുകൊണ്ട് ഇവിടെ നടക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ അബ്ദുള്ളക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ നിരവധി പരിപാടികളാണ്. AP അബ്ദുള്ളക്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സണ്ണി ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള, ജില്ലാ കളക്ടർ P ബാലകിരൺ, സബ് കളക്ടർ നവജോത് ഘോഷ്, നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വർഗീയതയ്ക്കെതിരെ CPM ബക്കളം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വർഗീയ വിരുദ്ധ റാലി നടത്തി. ബക്കളത്ത് നിന്ന് തുടങ്ങിയ റാലി കടമ്പേരി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. മതേതര വോട്ടുകൾ ചിഹ്നഭിന്നമായി പോയതിന്റെ ഭാഗമായി BJP നേട്ടമുണ്ടാക്കി. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ എങ്കിലും തനിച്ച് ഭൂരിപക്ഷം നേടാൻ അവർക്ക് സാധിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ സാങ്കേതികത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരു കൂട്ടർ ജയിച്ചു വന്നാൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് അക്കാര്യത്തിൽ. പക്ഷേ ഇവിടെ BJPയുടെ വിജയത്തെ, നരേന്ദ്രമോദിയുടെ സ്ഥാനാരോഹണത്തെ ആശങ്കയോടുകൂടി നോക്കിക്കാണാൻ എന്താണ് കാരണം? അതാണ് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. P മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K ദാമോദരൻ, K സന്തോഷ്, C അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റാലിക്ക് മണിയമ്പാറ കുഞ്ഞമ്പു, M രാജഗോപാലൻ, P പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. കണ്ണൂർ എയർപോർട്ട് റോഡിലെ 5 കോടിയുടെ സ്വത്ത് 30 ലക്ഷത്തിന് തട്ടിയെടുക്കാൻ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ശ്രമിക്കുന്നതായി ആരോപണം. മുൻ ഭർത്താവും കൂട്ടാളികളും ഈ ശ്രമത്തിന്റെ പിന്നിലുണ്ടെന്നും യുവതി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മതുക്കോത്തെ അനിത പൊന്നമ്പത്താണ് പരാതിയുമായി വാർത്താസമ്മേളനത്തിലെത്തിയത്. പുള്ളിക്ക് ബിസിനസ് ആയിരുന്നു, ഈ ടയറിന്റെ ബിസിനസ് ആയിരുന്നു താണക്ക്. സുരേഷ് എന്നാണ് പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനാൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഗ്ലാമറൂൾസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പൈസ ഇറക്കും. പുള്ളി അതിനകത്ത് നിന്ന് ലാഭം കൊണ്ട് ബിനാമിയിൽ വേറെ സ്വത്ത് വാങ്ങി വെക്കുക, എന്നിട്ട് നഷ്ടം മുഴുവൻ ഞങ്ങൾ തലയിടുക. അങ്ങനെ ഇതിനു മുൻപും ഈ വീട് കാനറ ബാങ്കിന് പ്ലെജ് ചെയ്തിട്ട് അത് ഒരു ഓൾമോസ്റ്റ് 40 lakhs മമ്മി കൊടുത്ത് അത് ഇറക്കിയതാണ്. പിന്നെയും ഇത് കൊണ്ടിട്ട് ഫെഡറൽ ബാങ്കിൽ വെച്ചു, എന്നിട്ട് അതും മമ്മീനെ കൊണ്ട് ഒളിപ്പിക്കുക. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും അനിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഭാരതത്തെ സമ്പൂർണ്ണ ശുചിത്വ രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്വച്ഛ ഭാരത് മിഷൻ പദ്ധതിക്ക് തുടക്കമായി. നെഹ്റു യുവകേന്ദ്ര നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള നിർവഹിച്ചു. 5 വർഷം കൊണ്ട് ഭാരതത്തെ ശുചിത്വ ഭാരതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ യുവജന സന്നദ്ധ സംഘടനകളുമായി കൈകോർത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ ഭാരതം, ഏറ്റവും ക്ലീൻലിനെസ് ഉള്ള ഭാരതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെ പോലെ വളരെ
പ്രാധാന്യമുള്ള ഒന്നാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതൊരു ഏറ്റവും വലിയ നമ്മുടെ ചരിത്ര മുഹൂർത്തമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പല അതിമധുരങ്ങളും നമുക്ക് കടഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ അധ്വാനം, മനുഷ്യാധ്വാനം. അതാണ് ലോകത്തിന്റെ എല്ലാം സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതാണ് ഏറ്റവും വലിയ ഫാക്ടർ. എല്ലാ പ്രവർത്തനത്തിന്റെയും കേന്ദ്രം എന്നുള്ളത് മനുഷ്യ അധ്വാനമാണ്. നെഹ്റു യുവകേന്ദ്ര ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് സജി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഇ മോഹനൻ, ആർ പ്രഭാകരൻ, പ്രൊഫസർ എ ശ്രീധരൻ, എം സുബോധ്, ടി എം അന്നാമ, കെ ജിൽന, അനീഷ് കണ്ണടിപ്പറമ്പ്, നികേഷ് താവും, ടി കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് ശാപമോക്ഷം. സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന മണൽ ലോറികൾ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ ഗ്രൌണ്ടിലേക്ക് മാറ്റി തുടങ്ങി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഷൻ വളപ്പിലെ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നത്. 2013 മുതൽ പഴയങ്ങാടി സ്റ്റേഷനിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഇപ്പോൾ ചക്കരക്കൽ പോലീസ് ഗ്രൌണ്ടിലേക്ക് മാറ്റുന്നത്. 100ഓളം വണ്ടികൾ നീക്കം ചെയ്യാനാണ് ധാരണ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മണൽക്കടത്ത് പിടികൂടുന്ന പോലീസ് സ്റ്റേഷനായതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത വാഹനങ്ങൾ സ്റ്റേഷൻ വളപ്പിലും കഴിഞ്ഞ് ഇപ്പോൾ റോഡരികിലേക്കാണ് നിർത്തിയിടുന്നത്. ഇതാകട്ടെ ഇതുവഴി കാൽനട യാത്ര പോലും ദുസ്സഹമാക്കിയിരുന്നു. റോഡിന്റെ വീതി കുറവ് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചു. ഇവിടെ അപകടങ്ങൾ പതിവാവുകയും ചെയ്തു. ഇതോടെ പഴയങ്ങാടി സ്റ്റേഷനിലെ വാഹനങ്ങളുടെ ആധിക്യം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു. തുടർന്ന് പോലീസ് ചീഫിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പഴയങ്ങാടി എസ്ഐ ഇ കെ ഷജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങൾ മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത്. വളപട്ടണം ഖലാസികളുടെ സഹകരണത്തോടെയാണ് വാഹനം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സർവീസിൽ നിന്നും വിരമിക്കുന്ന മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ ടി സുരേഷ് ബാബുവിന് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ യാത്രയയപ്പ് നൽകി. 35 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സുരേഷ് ബാബു വിരമിച്ചത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ സി ജോസഫ് ഉപഹാരം നൽകി. അദ്ദേഹം മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വഴിമാറി പോകുന്നത് മാധ്യമരംഗത്തെ ആദ്യകാലത്തെ ഒരു വലിയ തലമുറ തന്നെയാണ്. 33 വർഷക്കാലം മാധ്യമരംഗം പ്രവർത്തിക്കുന്നത് തീർച്ചയായും അപൂർവമായ അസുലഭമായ ഒരു കാര്യമാണ്. സിനിമാ നിരൂപണത്തിൽ പ്രത്യേക താൽപര്യം ടി സുരേഷ് ബാബു കാണിച്ചിരുന്നു. കാഴ്ചയുടെ ഭൂപടം എന്ന പേരിൽ പുസ്തകവും എഴുതി. 6 വർഷമായി കണ്ണൂർ യൂണിറ്റിൽ ഡെപ്യൂട്ടി എഡിറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ എൻ ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ, മാതൃഭൂമി കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ പി കെ രാജശേഖരൻ, ഡോക്ടർ കെ വി ഫിലോമിന തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. UDF നിയന്ത്രണത്തിലുൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന നിയമന അഴിമതികളെക്കുറിച്ച് സഹകരണ രജിസ്ട്രാർ അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ്. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്ഥാനക്കയറ്റം നേടിയെന്ന ആരോപണത്തിന് വിധേയനായ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ വ്യക്തി രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയിലെ CPM നിയന്ത്രണത്തിലുള്ള മുഴുവൻ ബാങ്കുകളിലും ഇത്തരം അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പാർട്ടി നേതാക്കൾ ഉദ്യോഗക്കയറ്റം നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെയും സ്ഥാനക്കയറ്റം നൽകാൻ കൂട്ടുനിന്ന ഭരണസമിതിക്കെതിരെയും സഹകരണ രജിസ്ട്രാർ അന്വേഷണം നടത്താനും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനും തയ്യാറാകണം. കേരളത്തിലെ വലിയ യുവജന സംഘടന എന്ന് അംഗീകരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവ് പോലും ഇത്തരത്തിൽ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിക്കയറ്റം നേടുകയാണ് ഉണ്ടായത്. നേതാക്കൾ നടത്തുന്ന ഇത്തരം നടപടി ഡിവൈഎഫ്ഐയുടെ ഇരട്ട വേഷമാണ് പ്രകടമാക്കുന്നത്. സർട്ടിഫിക്കറ്റുകൾ അംഗീകാരമില്ലാത്തതാണ് എന്ന് കണ്ടെത്തി ഈ നേതാവിനെ വീണ്ടും പഴയ സ്ഥാനത്ത് തരംതാഴ്ത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് കൂട്ടുനിന്ന നേതാക്കൾ അണികളോട് മാപ്പ് പറയണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന KSTA നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും പ്രതിയായ അധ്യാപകനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി AV സനൽകുമാർ, കല്ലേശ്ശേരി മണ്ഡലം പ്രസിഡന്റ് MV മനോജ്, മാടായി മണ്ഡലം പ്രസിഡന്റ് റഷീദ് മുട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സ്വാതി സംഗീത വിദ്യാലയം ഉദ്ഘാടനം ചെറുകുന്ന് താവത്ത് നടന്നു. സംഗീത സംവിധായകൻ സതീഷ് വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകരണ സംഗീതത്തിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചെറുകുന്ന് താവം പള്ളിക്കര പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയിലാണ് സംഗീത വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ പരിശീലനം നൽകും. ഗിറ്റാർ, കീബോർഡ്, ഫ്ലൂട്ട്, വയലിൻ, തബല തുടങ്ങിയവയിലാണ് പരിശീലനം. ഫ്രാൻസിസ് C. അലക്സ്, K. മോഹനൻ, P. A. ശൈലജ, അനിൽ രാജ്, P. P. സജീവൻ, T. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
RSS നേതൃത്വത്തിൽ മയ്യിലിൽ പഥസഞ്ചലനം നടന്നു. കയറളമൊട്ടയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് മയ്യിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. RSS സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് കണ്ണൂർ താലൂക്ക് നേതൃത്വത്തിൽ പഥസഞ്ചലനം നടന്നത്. കണ്ണൂർ ടൗൺ, ചിറക്കൽ, അഴീക്കോട്, മയ്യിൽ, എളയാവൂർ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പഥസഞ്ചയനത്തിൽ അണിചേർന്നത്. കയറളമൊട്ടയിൽ നിന്നും ആരംഭിച്ച് മയ്യിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. RSS സഹപ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബാലറാം, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി OK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വൻ പോലീസ് സന്നാഹമാണ് മയ്യിലും പരിസരങ്ങളിലും നിലയുറപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. മോറാഴ AVP സ്കൂളിൽ വിജയദശമി നാളിൽ വിദ്യാരംഭം നടന്നു. ഏറെ കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. കുഞ്ഞിരാമമാരാരാണ് കുരുന്നുകൾക്ക് ഹരിശ്രീ പകർന്നത്. शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. പ്രധാനാധ്യാപിക MT രത്നവല്ലി, സ്കൂൾ മാനേജർ MP സുരേഷ് കുമാർ, PTA പ്രസിഡന്റ് KT കൃഷ്ണദാസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിദ്യാരംഭം. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. കോലത്തുവയൽ നരിക്കോട് മുത്തപ്പൻ മടപ്പുരയിൽ നവരാത്രി സമുചിതമായി ആഘോഷിച്ചു. നവരാത്രി ദിനങ്ങളിൽ അവതരിപ്പിച്ച വിവിധ പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. മസ്തിഷ്കത്തിൽ പ്രളയം, മസ്തിഷ്കത്തിൽ പ്രളയം, മസ്തിഷ്കം, മസ്തിഷ്കത്തിൽ മത്തിയല്ല, അതിന് വിലയില്ല. പോട്ടെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്ലഡ് അല്ല മോനെ, ബ്ലഡ്, ബ്ലഡ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. വിജയദശമി ദിനത്തിൽ വൈകുന്നേരം വാഹനപൂജയും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ഹാഫ് ജോലി ടീമിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേള, മിമിക്സ്, ഗെയിം ഷോ എന്നിവയും നടന്നു. കണ്ണൂരിൽ ജംബോ സർക്കസിന് തുടക്കമായി. കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന സർക്കസ് പ്രകടനങ്ങളിൽ അമേരിക്കൻ കലാകാരന്മാരടക്കമാണ് ചേരുന്നത്. ആരെയും അത്ഭുത സ്തബ്ധരാക്കുന്ന ഒട്ടേറെ പുതുമയുള്ള ഇനങ്ങൾ ഇക്കുറിയുണ്ട്. അമേരിക്കൻ കലാകാരന്മാരുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമാണ്. അക്രോബാറ്റ് തുടങ്ങി മരണക്കിണർ വരെ, ട്രിപ്പീസ് പ്രകടനങ്ങൾ തുടങ്ങി കോമാളികളുടെ പൊടിക്കൈകൾ വരെ. ആന, ഒട്ടകം, കുതിര, നായകൾ, പക്ഷികൾ എന്നിവയുടെ പ്രകടനങ്ങൾ വേറെയും. സർക്കസ് ആദ്യ പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്തു. മുൻ MP K സുധാകരൻ, നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ്, വൈസ് ചെയർമാൻ TO മോഹനൻ തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്ഷരമൃതം, വിജയദശമി നാളിൽ അറിവിൻ മന്ത്രം നാവിലേറ്റുവാങ്ങിയത് ആയിരക്കണക്കിന് കുരുന്നുകൾ. പ്രധാന ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ ആദർശങ്ങളുടെയും പ്രസക്തി കാലം ചെല്ലുന്തോറും വർദ്ധിക്കുന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഖാദി വസ്ത്രങ്ങളുടെ മഹത്വം വേണ്ടവിധം നാം മനസ്സിലാക്കണമെന്നും ഉമ്മൻചാണ്ടി.
UAPA നിയമത്തോട് യോജിപ്പില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. UAPA നിയമം ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. കണ്ണൂരിലെ സാഹചര്യം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. പട്ടുവം അരിയിലിൽ വീണ്ടും സംഘർഷത്തിന് ശ്രമം. 3 CPM നേതാക്കൾക്ക് മർദ്ദനമേറ്റു. ശ്രീകണ്ഠാപുരം കോട്ടൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിമരിച്ച ബന്ധുക്കളായ ജോയ്സിക്കും അഞ്ജനയ്ക്കും അൽഫോൻസയ്ക്കും കണ്ണീരിൽ യാത്രാമൊഴി. അന്തിമോപചാരമർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.